മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലത്തിനായി ശബരിമല ക്ഷേത്രനട തുറന്ന ശേഷം ഇന്നുവരെ 5 ലക്ഷത്തോളം തീർത്ഥാടകർ ദർശനം നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ തിരക്ക് സന്നിധാനത്ത് നിയന്ത്രണ വിധേയമാണ്. പ്രധാനമായും കുട്ടികളുമായി വരുന്നവരാണ് വലിയ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നത്. കാരണം ശബരിമലയിലെ തിരക്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ സുഗമമായി തീർത്ഥാടനം നടത്താൻ കഴിയുമോ എന്നൊരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ദർശനത്തിനെത്തിയിരിക്കുന്നു. എത്ര മാസം പ്രായമായി കുഞ്ഞിന്? 6 മാസമായിരുന്നേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റം? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല രീതിയിൽ കയറി. കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കയറുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, കുഴപ്പമില്ല, ഞങ്ങൾ നല്ലപോലെ കയറി വന്നു. 6 മാസമായി. 6 മാസം. കുഞ്ഞിന് എന്താ പേരിട്ടെ? റിതാൻഷി. അങ്ങനെ ഒരു പേരിട്ടത്? അതാണ്ട് അച്ഛനും അമ്മയും കൂടെ ഇട്ടത്. കുഞ്ഞിന്റെ അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? കുഞ്ഞിനെ കൊണ്ട് വരുമ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നോ മനസ്സിൽ? ആശങ്കയുണ്ടായിരുന്നു. തിരക്കില്ലായിരുന്നു. തിരക്ക് വളരെ കുറവായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. പോലീസുകാരൊക്കെ സഹായിച്ചു. സന്നിധാനത്ത് കുഞ്ഞുങ്ങളുടെ ചോറൂണ് നടത്തുന്നുണ്ട്. ഈ കുഞ്ഞിന്റെയും അങ്ങനെ നടത്തുന്നുണ്ടോ? എന്താണ്? നടക്കുന്നുണ്ട്. ചോറൂണ് നടത്തുന്നുണ്ട്. ശരി. കുഞ്ഞ് നേർച്ച ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൊണ്ടുവന്നത്. എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റം? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കയറി വന്ന അയ്യപ്പന്റെ സഹായത്തിൽ. എത്ര സമയം കൊണ്ട് എത്തി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക്? 3 മണിക്കൂർ കൂടുതൽ എടുത്തു പമ്പയിൽ നിന്ന് കയറിയപ്പോൾ. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, നല്ല സുഖമായിട്ട് കയറി പറ്റി. ഈ കുഞ്ഞ് മല കയറുന്നതിനിടെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല രീതിയിൽ സഹകരിച്ച്. കുഞ്ഞിനെന്താ അങ്ങനെ ഒരു പേരിടാൻ കാര്യം? അത് ഒരു വെറൈറ്റി നെയിം. പേരെങ്ങനെയാണ് പറഞ്ഞത്? റിതാൻഷി. എന്താ അതിന്റെ അർത്ഥം? എന്താ റിതാൻഷി? ധൈര്യശാലി. എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റം? എങ്ങനെയുണ്ടായിരുന്നു? അയ്യപ്പൻ്റെ സഹായം കൊണ്ട് എല്ലാം നല്ലതായിരുന്നു. ഒരു പാടും ഇല്ലായിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് വന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. കയറുമ്പോൾ നിങ്ങൾക്ക് വെള്ളം, ലഘുഭക്ഷണം ഒക്കെ കിട്ടുന്നുണ്ട്? എല്ലാം കിട്ടി. അടിപൊളിയായിരുന്നു. കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ വന്നിരുന്നല്ലോ ശബരിമലയിൽ വലിയ തിരക്കാണ്. അപ്പം 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് വരുമ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നോ മനസ്സിൽ? പേടിയുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല രീതിയിൽ ഞെരുക്കൊക്കെ ആയതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അയ്യപ്പനെ വിളിച്ച് ധൈര്യം തന്ന് നമ്മളിങ്ങ് വന്നു. അയ്യപ്പൻ്റെ സഹായം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. വലിയ നടപ്പന്തലിൽ എത്ര സമയം നിൽക്കേണ്ടി വന്നു? വലിയ നടപ്പന്തലിൽ എത്ര സമയം? ഏകദേശം 1/2 മണിക്കൂർ. അത്രേ ഉള്ളൂ. വലിയ തിരക്കില്ല, അതുകൊണ്ട് കയറി വരാൻ പറ്റി. സ്പോട്ട് ബുക്കിങ്ങിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുമായി വരുന്നവർ ഏതായാലും പൂർണ്ണമായിട്ടുള്ള ഒരു സംതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ സന്നിധാനത്ത് മഴ പെയ്തിരുന്നു. ഇപ്പോൾ മഴ അല്പം തോർന്നിട്ടുണ്ട്. പൊതുവെ ഭക്തരെല്ലാവരും പറയുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് 4 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് എത്താൻ കഴിയുന്നുണ്ട് എന്നാണ്. തീരെ ചെറിയ കുട്ടികളെ കൊണ്ട് വരുന്നവർ പോലും ഇപ്പോൾ മല ചവിട്ടലിനും ഒപ്പം തന്നെ ഈ ദർശനത്തിന് ഇവിടെ നിൽക്കുമ്പോഴുമൊക്കെ പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.